എവിടെ നോക്കിയാലും ഓണത്തിന്റെ ഒരുക്കങ്ങൾ, പൂക്കളവും കീഴിൽ തനിമ തുളുമ്പുന്ന വസ്ത്രങ്ങളും പൂക്കള മത്സരവും എല്ലാം എങ്ങും കാണാൻ സാധിക്കുന്നല്ലോ. മഹാബലിയുടെ ഭരണത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നാം ഓണം കൊണ്ടാടുന്നത്. ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മലയാളികൾ ജാതി മതഭേദമന്യേ ഈ ഉത്സവം ആഘോഷിക്കുന്നു. ഈ ഓണത്തിന്റെ ഐതിഹ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? ഞാൻ പറഞ്ഞു തരാട്ടോ. അസുര രാജാവും വിഷ്ണുഭക്തനുമായ പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായിരുന്നു മഹാബലി. മഹാബലി എന്ന പേരിന്റെ അർത്ഥം തന്നെ വലിയ ത്യാഗം ചെയ്തവനാണത്രേ. ദേവന്മാരെ പോലും അസൂയപ്പെടുത്തുന്ന ഭരണമായിരുന്നു നമ്മളുടെ മഹാബലിയുടേത്. ഞാൻ കേട്ടിട്ടുണ്ട്, മഹാബലിയുടെ ഭരണകാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെയായിരുന്നു, കളവും ചതിയും ഒന്നുമില്ലായിരുന്നില്ല എന്നല്ല. അതെ അതെ, അങ്ങനെ ഇരിക്കെ നമ്മുടെ മഹാബലിയോട് അസൂയ തോന്നിയ ദേവന്മാർ മഹാവിഷ്ണുവിനോട് തങ്ങളെ രക്ഷിക്കുവാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ മഹാവിഷ്ണുവിന്റെ അവതാരമായിരിക്കുമല്ലേ ഓലക്കുടയുമൊക്കെയായി വരുന്ന വാമനൻ? അതെ, വാമനന്റെ രൂപത്തിൽ മഹാവിഷ്ണു മഹാബലിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. 3 അടി മണ്ണ് ദാനമായി ചോദിച്ചു. 3 അടി മണ്ണ് അളന്നെടുക്കുവാൻ വാമനന് അനുവാദം നൽകി. ഞാൻ കേട്ടിട്ടുണ്ട്, ആദ്യത്തെ 2 അടിക്ക് സ്വർഗവും ഭൂമിയും പാതാളവും അളന്നെടുത്തു. 3ാമത്തെ അടിക്കായി സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. എന്നാൽ വാമനൻ തന്റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്ന് മോചിതനാക്കി സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠമായ സുതലത്തിലേക്ക് ഉയർത്തി. അവിടെ അദ്ദേഹത്തിന്റെ കാവൽക്കാരനായി നിലകൊള്ളുകയും ചെയ്തു. ആണ്ടിലൊരിക്കൽ, അതായത് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ തന്റെ പ്രജകളെ സന്ദർശിക്കുവാൻ വാമനൻ മഹാബലിക്ക് അനുവാദം നൽകി. ഇതാണ് ഓണത്തെ കുറിച്ചുള്ള ഐതിഹ്യം. അപ്പോൾ മഹാബലിയെ